ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് വലിയ കണവയാണ്, സ്ക്വിഡാണ്. മോൻ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഒക്ടോപ്പസ് ആണോ എന്നൊക്കെ. അവൻ ഇത്രയും വലുത് ആദ്യമായിട്ടാണ് കാണുന്നത്. പപ്പ ഇത് ക്ലീൻ ചെയ്യണം. ചെറുതിലേ മുതലേ ഞങ്ങളിതൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാനും കുറേ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തോ മഷി പൊട്ടാതെ എടുക്കണം, ഇങ്ങനെ ബ്ലാക്ക് കളർ. അത് പടർന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ആവും. അത് കഴുകിക്കളയാനൊക്കെ നല്ല പാടാണ്. പിന്നെ ഇതിനകത്തൊരു പല്ല് പോലെ സംഭവം, പല്ല് തന്നെ ആയിരിക്കും അത്. അതും ഇതുപോലെ എടുത്ത് കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു നീണ്ടൊരു സ്റ്റിക്ക് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് പപ്പ എടുക്കുകയാണ്. മോൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് കാണുന്ന വിധത്തിലാണ് പപ്പ ഇങ്ങനെ വെച്ചെടുക്കുന്നത്. അപ്പം ഇത് രാത്രിയാണ് വാങ്ങിയിട്ട് വന്നത്. ഫ്രഷായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ പപ്പ കുക്ക് ചെയ്യായിരുന്നു. അന്നേരം പിന്നെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. പണ്ടൊക്കെ ചെറിയ കണവയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കും. റിങ്ങായിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ നേരത്ത് വിരലിലൊക്കെ റിങ് പോലെ ഇട്ട് കഴിക്കുമായിരുന്നു. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കാര്യം ഇത് വലിയതല്ലേ, അപ്പോഴത്തേക്കും നമുക്കങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മണൽ ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കുഞ്ഞ് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു വലിയ പീസിന് കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ട് കട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു തലഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഓൾറെഡി വേവിച്ച് വയ്ക്കുക ആദ്യം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് തക്കാളി ഇട്ട് അതുപോലെ അത് വേവുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇച്ചിരി പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കണവ ഇതുപോലെ കുക്കറിനകത്തിട്ട് ആദ്യം വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ കേൾക്കുന്ന വരെ വേവിച്ചെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വയ്ക്കുക. പിന്നെ ഇതിനിടയിലൂടെ കപ്പ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു മമ്മി. അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു കണവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച കണവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനിടയിൽ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ കൂടിപ്പോകും. കാര്യം നമ്മൾ നേരത്തെ സവാളയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ വൃത്തിയാക്കി കൊണ്ടുവന്ന കപ്പ ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് വേണമെങ്കിൽ എണ്ണയൊക്കെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞങ്ങളങ്ങനെ ഒഴിക്കുന്നില്ല. അപ്പം മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയിട്ട് കുറച്ചൊന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്.
അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെന്ത് വരുന്നത് വരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേണമെങ്കിലൊക്കെ വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചെന്നുള്ളത് ഞാൻ കണ്ടില്ല, വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് മാറി നിന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഇത്ര തന്നെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് എണ്ണ വേണമെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് തേങ്ങയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുത്തു, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്തിട്ടില്ല. എണ്ണ ചേർത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഒരുപാട് എണ്ണ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഇത്രയേ ഉള്ളത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പയും വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പയും കണവയും കൂടെ ചേർത്താണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണമെന്നുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക കേട്ടോ.